നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഇരട്ട സഹോദരങ്ങളായ CPM-ഉം BJP-യും അടങ്ങുന്ന CJP മുന്നണി എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ ജീർണിപ്പിക്കുന്നത് എന്നും കേരള ജനതയെ എങ്ങനെ പറ്റിക്കുന്നുവെന്നും അനുദിനം തെളിയിക്കുകയാണ്. ഒരു വശത്ത് സ്വർണ്ണക്കൊള്ളയിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുന്ന CPM, മറുവശത്ത് മിണ്ടിയും മിണ്ടാതെയും CPM-ന് ഓശാന പാടുന്ന BJP. കൂട്ടുകച്ചവടത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തുചേർന്ന CJP മുന്നണി അരങ്ങുവാഴുന്ന കാലം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് ദിവസങ്ങൾ മാത്രമാണ്. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളോ നിരവധിയുമുണ്ട്. ഇതൊന്നും പൊതുമധ്യത്തിൽ എത്തരുത് എന്ന് വാശി പിടിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് സത്യം. ഇനി ചോദ്യം എന്തുകൊണ്ടാണ് എന്നല്ലേ? അതിനുള്ള ഉത്തരവും പറയാം. BJP-യുടെ തിരക്കഥയിൽ CPM സംവിധാനം നിർവഹിക്കുന്ന ഒരു സിനിമ ഇപ്പോൾ കേരളത്തിൽ ഓടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് MLA-ക്കെതിരായ കേസ്. കേസിന്റെ മെരിറ്റും അന്വേഷണ പുരോഗതിയും ഒക്കെ വിലയിരുത്തേണ്ടതും നിർവഹിക്കേണ്ടതും പോലീസാണ്. അത് ഒരു വശത്ത് അങ്ങനെ നടന്നോട്ടെ. പക്ഷേ പ്രശ്നം അവിടെയല്ല. എന്തിന് ഈ വിഷയം ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കുന്നു? അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുന്ന വേളയിൽ CPM നേതാക്കൾ നിരനിരയായി ജയിലറകളിലേക്ക് നടന്നെടുക്കുമ്പോൾ അതെല്ലാം ഒരു സൈഡിലാക്കി നല്ല പിള്ള ചമയാനുള്ള അവസരം CPM-ന് ഒരുക്കി കൊടുത്തത് ആരാണ്? ഉത്തരം വളരെ സിമ്പിളാണ്. CJP മുന്നണി. CPM-ന് ഒരു കാലത്ത് ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്ന കരുതൽ കേരളത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് BJP-ക്ക് മാത്രമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി എന്ന മുൻ ദേവസ്വം മന്ത്രി അറസ്റ്റിലാകുമോ? പിണറായി വിജയനിലേക്ക് ഈ അന്വേഷണം നീളുമോ? അങ്ങനെ ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ CPM-ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ BJP അനുവദിക്കും എന്ന് കരുതാനേ വയ്യ. അവിടെ ഒരു മാലാഖയുടെ റോളിലേക്ക് എത്തുന്ന BJP-യെയാണ് കേരളം ഇപ്പോൾ കാണുന്നത്. അതിന് കുടപിടിക്കാൻ കേരളത്തിലെ ഇടത് ചായ്വുള്ള പാർട്ടി ചാനലിനേക്കാൾ തീവ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കുറച്ചധികം മാധ്യമങ്ങളും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എത്രയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും സത്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. അതിന് സ്ത്രീ വിഷയമെന്നല്ല മറ്റെന്തു വിഷയം കൊണ്ടുവന്നാലും CPM-ന് രാഷ്ട്രീയമായ രക്ഷയുണ്ടാകില്ല എന്നുറപ്പാണ്. പിണറായി സർക്കാരിൻ്റെ ഈ നെറുകെട്ട നീക്കങ്ങൾ നന്നായി മനസ്സിലാക്കുന്ന പൊതുജനം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമായ മറുപടി പറയുമെന്നത് തീർച്ചയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരടക്കം ഇതിനോടകം തന്നെ അഴിക്കുള്ളിലായി കഴിഞ്ഞു. പൂർണ്ണമായിട്ടും പ്രതിക്കൂട്ടത്തിലാണ് CPM-ഉം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരും. ഈ ഘട്ടത്തിലാണ് സർക്കാരിനെ രക്ഷപ്പെടുത്താനുള്ള ചില മാധ്യമങ്ങളുടെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ ഒരാഴ്ച മുൻപ് തന്നെ നമ്മുടെ സർക്കാർ നീക്കം തുടങ്ങുകയാണ്. സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ ചില മാധ്യമങ്ങൾ കൂടി PR വർക്ക് തുടങ്ങിയതോടെ കഥ അപ്പാടെ മാറി. വൻ കുംഭകോണങ്ങളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മാധ്യമ മുതലാളിമാർ തന്നെ നേരിട്ടത് രംഗത്തിറങ്ങി. മാധ്യമ റേറ്റിംഗിൽ മുന്നിലെത്താൻ സിനിമാ സീരിയൽ എപ്പിസോഡ് കണക്കെ ഓരോ ദിവസവും ഓരോ വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ പുറത്തുവിട്ട് CPM-നെ വല്ലാതെ സഹായിച്ചു. CPM അത് പൂർണ്ണമായും ഏറ്റെടുക്കുകയും ചെയ്തു. അഴിമതിയിൽ ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി സർക്കാരിനെ എങ്ങനെ വെളുപ്പിക്കാം എന്നതിൽ മത്സരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ വാർത്താ ചാനലുകൾ. ആരോപണം വ്യാജമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. മാർച്ച് മാസം രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും തമ്മിൽ കുഞ്ഞുണ്ടാകാൻ വേണ്ടി പലതവണ ബന്ധപ്പെടാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. ആ പെൺകുട്ടി തന്നെ പുറത്തുവിട്ട വാട്സപ്പിലൂടെ നമുക്കത് മനസ്സിലായതാണ്. പിന്നീട് എങ്ങനെയാണ് ഇത് റേപ്പാകുക? 2, ആ പെൺകുട്ടി ആരുടെ ഭാര്യയാണ്? അതും കൃത്യമായി അതിൽ കൊടുത്തിട്ടുണ്ട്. അത് ആരാണെന്ന് താങ്കൾ പറയണം, ഞാൻ പറയില്ല. അഥവാ ഞാനാണ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. പക്ഷെ ഞാനിത് ആരെയാണെന്ന് പറയില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട ആ പെൺകുട്ടി ഒരു പ്രത്യേക പാർട്ടിയുടെ ആളുടെ ഭാര്യയാണ്. അത് CPM അല്ല, കോൺഗ്രസും അല്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു ആളാണ് ലക്ഷ്മി പത്മ. സാലി മുഹമ്മദ് നമ്മുടെ സുഹൃത്താണ്. അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെയും പരാതി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതൊന്നും ഇവർക്കെതിരെ പരാതി കൊടുത്തിട്ട് കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ KPCC അധ്യക്ഷൻ കൃത്യമായ നിലപാട് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ ഈ വിഷയത്തിൽ നടപടിയും സ്വീകരിച്ചു. ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരെ 2 തവണ നടപടി എടുക്കാൻ പറ്റുമോ എന്നതാണ് പ്രധാന ചോദ്യം. പരാതി വന്നപ്പോൾ പാർട്ടി നിലപാട് KPCC അധ്യക്ഷൻ പറയുകയും ആ നിലപാടാണ് തങ്ങൾക്കെന്ന് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തു. ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമല കൊള്ള ഒഴിവാക്കാനുള്ള അല്ലെങ്കിൽ അത് മറയ്ക്കാനുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കെണിയിൽ വീഴില്ല എന്ന് പ്രതിപക്ഷം ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയാം.
സസ്പെൻഡ് ചെയ്യാതെ മറ്റു പാർട്ടികളിൽ പലരും സമാനമായ കേസുകളിലുണ്ടല്ലോ. അവരെക്കുറിച്ച് എന്താ താങ്കൾക്ക് അഭിപ്രായം? അല്ല, ഞാൻ ചോദിച്ച ഉത്തരം ഞാനൊരു ചോദ്യം അങ്ങോട്ട് അദ്ദേഹത്തെ നമ്മുടെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പലതവണയായിട്ട്. പാർട്ടിയുടെ നിലപാട് വളരെ ക്ലിയറാണ്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്താൽ പാർട്ടി സ്ഥാനങ്ങളിൽ ഇപ്പൊ തൽക്കാലം അദ്ദേഹം ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയും ഗവൺമെന്റും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദ മാസ്റ്റർ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ട് പത്മകുമാറിന്റെ കാര്യം അവിടെ ചർച്ചാ വിഷയമായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആക്ഷേപമുയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പാർട്ടി ഈ വിഷയം മുമ്പിൽ വന്നപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചതുപോലെ ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരായി 2 പ്രാവശ്യം നടപടി എടുക്കാൻ പറ്റും. നടപടി പാർട്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ നിലപാട് ഈ പരാതി വന്നപ്പോൾ പാർട്ടിയുടെ നിലപാട് KPCC പ്രസിഡന്റാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട്. ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ നടപടിയും ചെയ്തില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയാണ് ചെയ്തോ? ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിക്ക് അദ്ദേഹത്തെ MLA പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, CLP സസ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്കെതിരെയുള്ള നടപടി നടന്നോട്ടെ. ആ നടപടിക്ക് അദ്ദേഹം എന്തെങ്കിലും ശിക്ഷ അർഹതയുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിക്കോട്ടെ. ഇനിയിപ്പോ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ്. അതിനെ തടസ്സപ്പെടുത്താനും ഞങ്ങളാരും ഇല്ല. അത് നിയമവഴിയിൽ അതിന്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. അതിന്റെ ശേഷം ബാക്കി കാര്യങ്ങൾ പറയും ചെയ്യും. എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ട് അതിന്റെ ഒരു ഡയറക്ഷൻ അത് നിങ്ങളോടും ഞങ്ങളോടും ഒക്കെ സംസാരിക്കും. മോഷ്ടാക്കളെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന CPMന് ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ള ധാർമ്മികതയുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജനങ്ങൾക്ക് മുന്നിൽ ഇന്ന് അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് സാക്ഷാൽ CPM ആണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം ശക്തമാക്കി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന ഗുരുതര വിഷയം മറയ്ക്കാൻ CPM നടത്തുന്ന പെടാപ്പാട് തിരിച്ചറിയാൻ പ്രത്യേക ബുദ്ധിയുടെയൊന്നും ആവശ്യമില്ല. ഈ തരം താഴ്ന്ന നിലപാട് ഇന്ന് ഇടതുമുന്നണിയിലെ അണികൾക്കുള്ളിൽ പോലും ചർച്ചയാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കാൻ സ്ത്രീ വിഷയമല്ലാതെ മറ്റൊന്നുമില്ലേ എന്ന ചോദ്യം അണികൾ പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. പരാതി ഉന്നയിക്കുന്ന യുവതി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട ശേഷമാണ് കേസെടുത്തത് എന്നതിലും രാഷ്ട്രീയ ചോദ്യങ്ങൾ നിരവധിയുണ്ട്. കേസെടുത്ത രീതിയും സംശയവും സമയവും ഒക്കെ ഇങ്ങനെ പുകമറയിലാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണോ കരുതൽ പോലീസ് എന്ന വിമർശനം ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായി ഉയരുകയും ചെയ്യുന്നു. സ്വർണ്ണക്കൊള്ളയിലെ മുഖം രക്ഷിക്കാൻ വേണ്ടി മാത്രം ഒരു ആരോപണത്തിന് അമിത പ്രാധാന്യം നൽകുന്ന CPMന്റെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം ജനം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രശ്നം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമേ അല്ല. ഒരു തരത്തിലും അത് ബാധിക്കാൻ പോകുന്നില്ല. ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ ചാർജ് ഷീറ്റ് വരട്ടെ എന്ന് കോൺഗ്രസ് KPCC പ്രസിഡന്റ് പറഞ്ഞില്ല. വിധി വരട്ടെ എന്ന് പറഞ്ഞില്ല. ആരോപണം ഉന്നയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മതിയായ നിലയിൽ തന്നെ ശരിയായ രൂപത്തിൽ തന്നെ KPCCയും കോൺഗ്രസ് നേതൃത്വവും പ്രതികരിച്ചു. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതിന്റെ കേസിന്റെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും ഞാൻ പോകുന്നില്ല, ന്യായീകരിക്കാനും പോകുന്നില്ല. ഞാൻ വളരെ വ്യക്തമായ ഒരു ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കുന്നു. ഈ ഇരയെന്ന് അവകാശപ്പെടുന്ന ബഹുമാന്യ സഹോദരി 6 മാസമായല്ലോ ഈ വിഷയം പുറത്തു വന്നിട്ട്. ഈ പറയുന്ന ചാറ്റും ഈ പറയുന്ന സംഭാഷണവും ഒക്കെ പുറത്തു വന്നിട്ട് എന്താ ഈ 6 മാസക്കാലമായിട്ട് ഇത്രയും കാലം പരാതി കൊടുക്കാതിരുന്നത്? ഇപ്പൊ പരാതി കൊടുക്കാനുണ്ടായ പുതിയ പ്രത്യേക സാഹചര്യം എന്താ? മുഖ്യമന്ത്രിയെ കണ്ട് ഈ അവസരത്തിൽ പരാതി കൊടുക്കാൻ, എഴുതപ്പെട്ട പരാതി കൊടുക്കാൻ എന്ത് 6 മാസം അതിന് തയ്യാറായില്ല? പോലീസ് FIR എടുത്തല്ലോ. മറ്റാരോ കൊടുത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ, ആക്ഷേപത്തിന്റെ പേരിൽ പോലീസ് FIR എടുത്ത് അന്വേഷിച്ചല്ലോ. അപ്പോഴൊന്നും രംഗത്ത് വരാതിരുന്ന ഇരയെന്ന് അവകാശപ്പെടുന്ന ഈ സഹോദരി ഇപ്പോൾ എഴുതിയ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടു കൊടുത്തതിന്റെ പിന്നിലെ എന്ത് പുതിയ സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്? ഒറ്റ സാഹചര്യമേ ഉള്ളൂ.
11 ദിവസം കഴിഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കും. അല്ലാതെ എന്ത് ഇതാണ് ഇതിന്റെ പിന്നിലുള്ളത്? അങ്ങനെ സതുദ്ദേശപരമായിട്ടുള്ള പരാതിയാണെങ്കിൽ നേരത്തെ കൊടുക്കാമായിരുന്നല്ലോ. BJP എന്ന CPMന്റെ സഖ്യകക്ഷി ഇവിടെ രക്ഷകനായി അവതരിക്കുമ്പോൾ ചോദ്യങ്ങൾ BJPയോടുമുണ്ട്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ഡീൽ? പണ്ട് ലാവ്ലിൻ കേസിൽ തുടങ്ങി ഇന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എത്തി നിൽക്കുമ്പോൾ CPM നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഉപകാരം എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പോ അതോ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോ? ഇങ്ങനെ ചോദ്യങ്ങൾ നീളുന്ന വേളയിൽ ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ നിലപാടങ്ങ് മാറ്റി. ഉയർത്തിക്കൊണ്ടുവന്ന പടം അട്ടപടലം പൊളിഞ്ഞടങ്ങുമെന്ന് കണ്ടപ്പോൾ നിലപാടിൽ നിന്നും മലക്കം മറഞ്ഞ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കേരളം കാണുകയാണ്. ഇത് സ്വർണ്ണക്കള്ള, ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണം, കോട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഇത് CPMന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. രാജീവ് ജി മാത്രമല്ല, സ്ഥിരമായി അങ്ങ് ഡൽഹിയിലേക്ക് ആകാശ സഞ്ചാരം നടത്തുന്ന ഒരു MPയുടെ പ്രതികരണവും ഇന്ന് കേരളം കേട്ടു. ഒരു കൊടും ക്രൂരമായൊരു കേസിൽ പ്രതിയാക്കപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ, കോൺഗ്രസിന്റെ ഔദ്യോഗിക പത്രം ഉൾപ്പെടെ ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംരക്ഷണം മലയാളികൾ കൂടുതൽ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പരിപൂർണമായും ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട ഒരാളെ, ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ, സമാനതകളില്ലാത്ത ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ഒരാളെ എന്തിനാണ് കോൺഗ്രസ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്താണ് പറയുന്നത് എന്നും എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്നും ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം ഒരു MP എന്ന നിലയിൽ ഒരാൾക്കുണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ അഹങ്കാരമാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വേണ്ടത് പ്രിയപ്പെട്ട A റഹീം എന്ന നേതാവിനാണ്. ഇവിടെ ആരെങ്കിലും തീവ്രത അളക്കാൻ വന്നിട്ടില്ല. തീവ്രത അളന്ന് ശിക്ഷ വിധിക്കാനും തയ്യാറായിട്ടില്ല. ആരോപണം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അന്തസ്സോടെ നട്ടല്ലുറപ്പോടെ നടപടിയെടുത്തു. ഇത് കേൾക്കുമ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകും. തീവ്രത അളന്ന് ശിക്ഷ വിധിച്ച കേസുകൾ CPMനെ സംബന്ധിച്ചിടത്തോളം നിരവധിയുണ്ടല്ലോ. ആരോപണങ്ങൾ ഒന്നൊന്നായി വരുമ്പോൾ മുഖം രക്ഷിക്കാൻ CPM കണ്ടുപിടിച്ച ഒരു മാർഗമാണ് സ്ത്രീ വിഷയങ്ങൾ ഉന്നയിക്കുക. സ്വന്തം നേതാക്കൾക്കെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങൾ തുടർച്ചയായി ഉയരുമ്പോൾ ഇരകൾക്ക് നീതി നൽകുന്നതിന് പകരം വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ലജ്ജാകരമായ നിലപാടാണ് പിണറായി വിജയന്റെ പാർട്ടി സ്വീകരിക്കുന്നത്. CPMന്റെ സ്ത്രീവിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ ഒന്നാണ് എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന ഗോപി കോട്ടമുറിക്കലിനെതിരായ സംഭവം. സഹപ്രവർത്തകയോട് ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നതിന്റെയും അപമര്യാദയായി പെരുമാറുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ ക്രിമിനൽ കുറ്റത്തിന് പോലീസിൽ പരാതി നൽകാൻ പാർട്ടി തയ്യാറായില്ല. പകരം പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷണമെന്ന പ്രഹസനം നടത്തുകയും കോട്ടമുറിക്കലിനെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ ഇതേ നേതാവിനെ പാർട്ടി പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്ത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണെന്ന് CPM നേതൃത്വം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. മീടു ക്യാമ്പയിനിലൂടെ ലോകം മുഴുവൻ സ്ത്രീകൾ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിലൊരു ആരോപണം ഉയർന്നത് കൊല്ലത്തെ CPM MLAയും നടനുമായ M മുകേഷിനെതിരെയായിരുന്നു. 19 വർഷം മുൻപ് തന്നോട് മോശമായി പെരുമാറി എന്ന ഒരു വനിതാ പ്രൊഫഷണലിന്റെ വെളിപ്പെടുത്തലിനെ പുച്ഛിച്ചു തള്ളിയ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത്. ഒരു ജനപ്രതിനിധിക്കെതിരെ പോലീസ് കേസെടുത്തു. എന്നിട്ടും ഗുരുതരമായ ആരോപണത്തിൽ അന്വേഷണം നടത്താനോ കുറഞ്ഞപക്ഷം വിശദീകരണം തേടാനോ പോലും പാർട്ടി തയ്യാറായില്ല. അയാളെ ജനപ്രതിനിധിയായി തുടരാനും അനുവദിച്ചു.
ഇത് സൂചിപ്പിക്കുന്നത് അധികാരം കയ്യിലുണ്ടെങ്കിൽ എന്ത് അധാർമികതയും ആവാമെന്ന CPMന്റെ ധാർഷ്ട്യമാണ്. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിൽ ഷൊർണൂർ MLA ആയിരുന്ന PK ശശിക്കെതിരെ പാർട്ടി കണ്ടെത്തിയ ന്യായം കേരളം കേട്ട് ചിരിച്ചതാണ്. നാണക്കേടുകൊണ്ട് തലകുനിച്ചതാണ്. തീവ്രത കുറഞ്ഞ പീഡനം, ലൈംഗികാതിക്രമത്തെ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന CPMന്റെ സ്ത്രീവിരുദ്ധ നിഘണ്ടു കേരളത്തിന് അപമാനമാണ്. ഗൗരവമേറിയ പരാതിയെ കേവലം സസ്പെൻഷനിൽ ഒതുക്കി. പിന്നീട് ശശിയെ പാർട്ടിയിൽ സംരക്ഷിച്ചതിലൂടെ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണെന്ന് CPM വീണ്ടും തെളിയിച്ചു. ലൈംഗിക ആരോപണത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട P ശശിയെ തിരിച്ചെടുക്കുക മാത്രമല്ല, കേരളത്തിന്റെ ഭരണ നേതൃത്വമായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തത് പിണറായി സർക്കാരിന്റെ അധാർമിക സമീപനത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതിലൂടെ എന്ത് സന്ദേശമാണ് CPM കേരളത്തിലെ സ്ത്രീകൾക്ക് നൽകുന്നത്? പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരെ എന്ത് ആരോപണം നേരിട്ടാലും സംരക്ഷിക്കുമെന്നാണോ? തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ സ്ത്രീ വിഷയം ഉയർത്തിക്കാട്ടി രംഗത്തെത്തുന്നത് CPMന് ഇത് പുത്തരിയല്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ മോശമാക്കാൻ അന്നു നടത്തിയ അതേ അടവ് നയമാണ് വർഷങ്ങൾക്കിപ്പുറവും CPM അതേപടി ഉപയോഗിക്കുന്നത്. നിലപാടിന് കാലപ്പഴക്കമുണ്ടെങ്കിലും നേതാക്കളുടെ ചിന്താഗതിക്ക് ഒരു മാറ്റവുമില്ല എന്നതിൻ്റെ തെളിവാണ് ഈ നീക്കങ്ങൾ. നീതിമാനായ ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കോടതികൾ മാറി മാറി കയറിയിറങ്ങി. അന്വേഷണ കമ്മീഷന്റെ മുൻപിൽ മണിക്കൂറുകൾ അക്ഷമയോടെയിരുന്നു. CJP മുന്നണി അപവാദ പ്രചരണങ്ങൾ നടത്തിയിട്ടും വളരെ ശക്തമായി അദ്ദേഹം അതിന് നേരിട്ടു. എന്നിട്ടോ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ക്ലീൻ ചിറ്റ് നൽകി. ഇന്നും ആ മനുഷ്യൻ നമ്മുടെ മനസ്സിൽ പൂർണ്ണതയോടെ ജീവിക്കുന്നു. അന്നും തെരഞ്ഞെടുപ്പായിരുന്നു CPMന്റെ ലക്ഷ്യം, ഇന്നും അതുതന്നെ. ആരോപണങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി വരുമ്പോൾ മുഖം രക്ഷിക്കാൻ CPM കണ്ടുപിടിച്ച ഒരേ ഒരു മാർഗമാണ് സ്ത്രീ വിഷയങ്ങൾ ഇങ്ങനെ എടുത്തു പ്രയോഗിക്കുക. സ്ത്രീ വിഷയമില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയാത്ത ഒരു പാർട്ടിയുടെ രോദനം ഇന്ന് കേരളത്തിൽ അങ്ങായി അലയടിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വനം വകുപ്പ്, അങ്ങനെ കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു പിടി വകുപ്പുകൾ. പൊതുശല്യമായി തന്നെ ജനം വിധി എഴുതുന്ന ചില മന്ത്രിമാർ. ഇതൊന്നും ചർച്ചയാകരുത്. ആ നിബന്ധനയുള്ളത് CPMനാണ്, CJP മുന്നണിക്കാണ്. എവിടെയാണ് പ്രിയപ്പെട്ട CPM ഒന്ന് കിതയ്ക്കുക? ആ സമയം നോക്കി അവിടെ എത്തുന്ന BJP എന്ന CPMന്റെ പ്രിയ തോഴൻ. CPM നേതാവിനേക്കാൾ മുൻപന്തിയിൽ നിന്ന് സംസാരിക്കും. CPMനെ മാറോട് ചേർക്കും. ജനങ്ങളുടെ സ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കാലുകൊണ്ട് നിലത്ത് ചിത്രം വരച്ച് ആകാശം നോക്കി നിൽക്കും ഈ നേതാക്കൾ. എന്താ ഐക്യം, എന്താ സ്നേഹം! ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി BJP CPM മുന്നണിക്ക് ഞങ്ങൾ നൽകുകയാണ്. ജയ് ഹിന്ദ് ന്യൂസ് ഈ വിഷയം പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ്. കേരളത്തിലെ 3.5 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഒന്നൊന്നായി ഞങ്ങൾ പൊളിച്ചെടുക്കും ഈ മുന്നണിയുടെ കൂട്ടുകെട്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങളോ പരിഭവങ്ങളോ കാണാതെ, അത് ചർച്ച ചെയ്യാതെ, ശബരിമലയിലെ തലതൊട്ടപ്പന്മാരെ പിടിക്കാതെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന നെറുകേടുകൾ, ചില മാധ്യമ പിമ്പുകളുടെ രഹസ്യ അജണ്ടകൾ. ജയ് ഹിന്ദ്.